ഇന്ദ്രജാല കുലപതിയായ പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ വെങ്കല അർദ്ധകായ പ്രതിമ ഏപ്രിൽ 22 രാവിലെ 8:30 നിലമ്പൂർ കനോലി എക്കോ ടൂറിസം പാർക്കിലെ പ്രൊഫസർ അലിഖാൻ മാജിക് കോർണറിൽ പ്രശസ്ത കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തി അനാച്ഛാദനം ചെയ്യും. മലയത്ത് മാജിക് സർക്കിളും ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി നിലമ്പൂർ നോർത്ത് ഡിവിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാജിക് രംഗത്തെ അതികായകനായ ഐന്ദ്രജാലിക വിദഗ്ധൻ ശ്രീ വാഴക്കുന്നം നമ്പൂതിരിയുടെ അർദ്ധകായ പ്രതിമ ഈ വരുന്ന ചൊവ്വാഴ്ച 22/4/25 കനോളി പോളോട്ടിൽ അനാച്ഛാദനം ചെയ്യുകയാണ്. നിർവഹിക്കുന്ന ആ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ കലാകാരനും സാഹിത്യകാരനുമായ സൂര്യകൃഷ്ണമൂർത്തി സാറാണ് ചടങ്ങ് നിർവഹിക്കുന്നത്. അത് കനോളി പ്ലോട്ടില് പ്രൊഫസർ അലിഖാൻ കോർണർ ഉള്ള സ്ഥലത്താണ് ഇത് സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ 42 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതിമ ഇതേവരെ എവിടെയും സ്ഥാപിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. വളരെ കാലത്തെ മോഹമാണ് ശിഷ്യനായ RK മലയത്തിനും കുടുംബത്തിനും ഈ ഒരു കാര്യം നിർവഹിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അതിപ്പോഴാണ് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. അന്തരിച്ച് 42 വർഷം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് സ്ഥായിയായ ഒരു സ്മാരകം എവിടെയും നിലവിലില്ല. ഇത് പരിഹരിക്കുന്നതിനും പുതുതലമുറയ്ക്ക് വാഴക്കുന്നത്തെ പരിചയപ്പെടുത്തുന്നതിനുമായാണ് ശിഷ്യനായ RK മലയത്തും കുടുംബവും ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. മാന്ത്രികൻ കൂടിയായ MK കൊട്ടാരം ആലപ്പുഴയുടെ കരവിരുതിൽ നിന്നാണ് ശില്പം രൂപം കൊണ്ടത്. അനാച്ഛാദന ചടങ്ങിൽ നോർത്ത് DFO കാർത്തിക് IFS അധ്യക്ഷത വഹിക്കും. പ്രശസ്ത മജീഷ്യൻ PM മിത്ര മുഖ്യാതിഥിയായിരിക്കും. നിലമ്പൂരിന്റെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ കർട്ടൻ റേസർ പരിപാടിയായാണ് ഇത് നടത്തപ്പെടുന്നത്. നിലമ്പൂരിനെ എടുത്തു കാണിക്കുന്ന ഒരു വലിയ കലാരൂപമാണ് മാജിക്. മാജിക്കിന്റെ ഗ്രാമമാണ് നിലമ്പൂര് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിലമ്പൂരിന്റെ ടൂറിസം വളർച്ചയോടൊപ്പം അതിൻ്റെ തനതായ കാര്യങ്ങൾ വ്യക്തമായി നമ്മുടെ നിലമ്പൂർ മേഖലയെ കാണാനെത്തുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് നിലമ്പൂർ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സബ് കമ്മിറ്റി എന്ന അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മലയത്ത് സാറും ഇവരെല്ലാവരും കൂടെ മാജിക്കിൻ്റെ മേഖലയിൽ ഒരു നല്ല തുടക്കത്തിന് ഈ ടൂറിസം കോൺക്ലേവ് ഉപയോഗപ്പെടുത്തുകയാണ്. അനാച്ഛാദന ചടങ്ങുകൾക്ക് ശേഷം ഇന്ത്യയുടെ പൈതൃക ജാലവിദ്യകളായ ഇന്ത്യൻ റോക്ക് മിസ്റ്ററി, ഇന്ത്യൻ മാംഗോ ട്രീ മാജിക്, ഇന്ത്യൻ ട്രഡീഷണൽ സ്ട്രീറ്റ് മെന്റലിസം തുടങ്ങിയ മാജിക് ബാലനീലേശ്വരവും ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരിയും അവതരിപ്പിക്കും. കനോലി പാർക്കിൽ കയറുന്ന ഏവർക്കും പ്രദർശനം സൗജന്യമായിരിക്കും. കനോലി പ്ലോട്ടിൽ ഇതിനുള്ളതായ സൗകര്യങ്ങൾ ഒരുക്കി തരികയാണെങ്കിൽ സന്ദർശകരെ അങ്ങോട്ട് കൂടുതൽ ആകർഷിക്കാൻ സാധിക്കും. അതോടൊപ്പം കേരളത്തിലും ഇന്ത്യയിലുമുള്ളതായ മറ്റു ജാലവിദ്യക്കാരെ നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇദ്ദേഹം കേരളത്തിൽ നിന്ന് മാത്രമല്ല മൊത്തം ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്നതായ ഒരു വലിയ കലാകാരനാണ്, വലിയ ജാലവിദ്യക്കാരനാണ്, ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഫെബ്രുവരി 8-നാണ്. ഫെബ്രുവരി 8 ജന്മദിനത്തിന് അന്ന് കേരളത്തിലെ ജാലവിദ്യക്കാരൊക്കെ നിലമ്പൂർ വരികയും അവിടെ ഒരു പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുമ്പോൾ അവിടെ വരുന്നതായ സന്ദർശകർക്കൊക്കെ സൗജന്യമായി ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ആയിക്കൊണ്ട് മാജിക് അവതരിപ്പിക്കാൻ സാധിക്കും. അതിലൂടെ ജാലവിദ്യക്കാർക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. ആ സംതൃപ്തിയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം തന്നെ ഈ വരുന്ന 22-ാം തീയതി ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം അന്ന് വരുന്നതായ മാജിക്കാരെല്ലാവരും അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ മുൻപാകെ അങ്ങോട്ട് പോയി വാക്ക് അറൗണ്ട് മാജിക് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് പ്രസന്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു 3-4 ആൾ അവിടെ നിന്ന് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി ഒരു മാജിക് കാണണോ എന്ന് ചോദിച്ച് മാജിക് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക. അതിന് തയ്യാറെടുപ്പുകളൊന്നും വേണ്ട. അത്തരത്തിലുള്ള ഒരു പരിപാടി കൂടി അന്ന് നടക്കുന്നുണ്ട്. കനോലി പാർക്കിന്റെ മോടി പിടിപ്പിച്ച കവാടത്തിന്റെ ഉദ്ഘാടനവും രാവിലെ 10 മണിക്ക് സൂര്യകൃഷ്ണമൂർത്തി നിർവഹിക്കും. മ്യൂറൽ കലാകാരൻ ഷരീഫ് നിലമ്പൂർ രൂപകൽപ്പന ചെയ്ത ചുമർ ചിത്രങ്ങളാണ് പ്രധാന ആകർഷണം. ഇതൊരു സെൽഫി പോയിന്റ് ആയാണ് രൂപം കൊടുത്തിട്ടുള്ളത്. നിലമ്പൂരിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ
കളിമണ്ണിലൂടെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഷെരീഫ് നിലമ്പൂരാണ് നമ്മുടെ നിലമ്പൂർ, ചെട്ടിയങ്ങാടി, പഴമ എന്നീ ടെറാക്കോട്ട സെൽഫി പോയിന്റുകൾ നിർമ്മിച്ചത്. ഞാൻ ഈ ചെയ്യുന്ന ഈ ചുടുമൺ ചിത്രം അല്ലെങ്കിൽ ടെറാക്കോട്ട മ്യൂറൽ എന്നൊരു കലാരൂപം കൊണ്ട് നമ്മുടെ നാടിന്, അതായത് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കനോലി പ്ലോട്ടിൻ്റെ മുൻവശത്ത് ഒരു സെൽഫി പോയിന്റ്, നമ്മുടെ നിലമ്പൂർ എന്നൊരു സെൽഫി പോയിന്റ് ചെയ്തത്. ഇങ്ങനെ ഒരു ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ നോർത്ത് DFO ശ്രീ കാർത്തിക് സാറ് അതിന് പെട്ടെന്ന് തന്നെ പെർമിഷൻ തരികയും അങ്ങനെ അത് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്നോണം വളരെ രീതിയിൽ തന്നെ അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. മീഡിയകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നു. പുതിയ എൻക്വയറികൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടെ തന്നെ അതിന് നേരെ എതിർവശത്തുള്ളൊരു ചുമരിൽ നിലമ്പൂരിൻ്റെ ഒരു പൈതൃകം, നിലമ്പൂരിൻ്റെ ചെട്ടിയങ്ങാടി പെരുമയുടെ ഒരു പൈതൃകം വിളിച്ചോതുന്ന ചെട്ടിയങ്ങാടി പഴമ എന്ന ഒരു മ്യൂറലും കൂടി ഇപ്പോൾ ഈ ആഴ്ച സ്ഥാപിക്കുന്നുണ്ട്. നാളെ മുതൽ അതിൻ്റെ പണി ഏകദേശം ഫിനിഷായിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ 22-ന് മലയർ സാറ് ചെയ്യുന്ന ഈ മാജിക് പ്രോഗ്രാം മാന്ത്രിക മാമാങ്കം, അതിൻ്റെ കൂടെ തന്നെ ഈ കനോലി പ്ലോട്ടിൻ്റെ കവാടത്തിൻ്റെ ഒരു ഉദ്ഘാടനം കൂടി ബഹുമാനപ്പെട്ട സൂര്യകൃഷ്ണമൂർത്തി സാർ ചെയ്യുകയാണ്. വാർത്താ സമ്മേളനത്തിൽ RK മലയത്ത്, നിർമ്മല മലയത്ത്, ഷെരീഫ് നിലമ്പൂർ, മുജീബ് ദേവശ്ശേരി എന്നിവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, Nilambur.